3 തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമേ ഉള്ളൂ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിന്. MI ഷാനവാസും രാഹുൽ ഗാന്ധിയും ഇക്കാലത്തിനിടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. കാർഷിക ടൂറിസം മേഖലകളെ ആശ്രയിച്ചാണ് സമ്പദ്ഘടന. വന്യമൃഗശല്യം, കാർഷിക വിളകളുടെ വിലത്തകർച്ച, വിളനാശം തുടങ്ങി ഈ ജനതയുടെ പ്രതിസന്ധികളും നിരവധിയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച രാഷ്ട്രീയ പശ്ചാത്തലമല്ല ഇത്തവണ മണ്ഡലത്തിലേത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ആകെ വോട്ട് 14,22,308. 2009 ആദ്യ മത്സരത്തിൽ MI ഷാനവാസിനോട് CPIയിലെ M റഹ്മത്തുള്ള പിന്നിലായത് 1,53,439 വോട്ടുകൾക്കായിരുന്നുവെങ്കിൽ പിന്നീട് സത്യൻ മൊഗേരിയുമായുള്ള പോരാട്ടത്തിൽ ഷാനവാസിന്റെ ഭൂരിപക്ഷം ഇടിഞ്ഞത് 20,870 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PP സുനീറിനുമേൽ 4,31,777 വോട്ട് ഭൂരിപക്ഷത്തോടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിജയം. ആകെയുള്ള വോട്ടുകളുടെ 64.67% നേടിയാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. വലിയ ഭൂരിപക്ഷം നൽകിയ ആത്മവിശ്വാസം രണ്ടാം തവണയും രാഹുൽ ഗാന്ധിയെ വയനാട്ടിലേക്ക് എത്തിക്കുമ്പോൾ പഴയതുപോലല്ല കാര്യങ്ങൾ. മണ്ഡലം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നും ഇടപെടാനാവാത്ത MP എന്ന ശക്തമായ വിമർശനം രാഹുൽ നേരിടുന്നുണ്ട്. വന്യമൃഗശല്യം പോലുള്ളവ അതിരൂക്ഷമായി നേരിടുമ്പോഴും ഒരു സ്വകാര്യ ബില്ല് പോലും അവതരിപ്പിക്കാനാവാത്ത പാർലമെന്റേറിയനാണ് അദ്ദേഹം. കുറഞ്ഞ ഹാജറും അതിലും കുറഞ്ഞ ചോദ്യങ്ങളും കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ശരാശരിയിലും താഴെയാക്കി. രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം തീർത്തും നിരാശാജനകമായിരുന്നു. മണ്ഡലത്തിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരള മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത MPമാരുടെ യോഗത്തിൽ ഒരു തവണ പോലും പങ്കെടുക്കാനുള്ള ജനാധിപത്യ മര്യാദ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അങ്ങേയറ്റം ദയനീയമായിരുന്നു. സംസ്ഥാന ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ്. ദേശീയ നേതാവാണ് രാഹുൽ ഗാന്ധിയെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ പെർഫോമൻസും താഴെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇടയ്ക്കിടെ വന്നുപോകുന്ന ജനകീയ വിഷയങ്ങളിൽ ആഴത്തിൽ ഇടപെടാത്ത പ്രതിനിധി എന്ന വിമർശനങ്ങൾക്ക് പുറമെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേരിടുന്ന പ്രധാന വിമർശനം വേറെയുമുണ്ട്. ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്തെന്ന ചോദ്യമാണത്. CPIയുടെ ദേശീയ നേതാവ് ആനി രാജയാണ് വയനാട്ടിൽ LDF സ്ഥാനാർത്ഥി. നിയമസഭാ മണ്ഡലം കൺവെൻഷനുകൾ കൂടി പൂർത്തിയാക്കിയതോടെ ആദ്യഘട്ട പ്രചാരണങ്ങളിൽ LDF മുന്നിലാണ്. ആദ്യഘട്ട പര്യടനവും സ്ഥാനാർത്ഥി പൂർത്തിയാക്കി. രാഹുൽ എത്തിയതോടെ മണ്ഡലത്തിൽ BJP പ്രമുഖനെ തിരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇത്തവണയും രാഷ്ട്രീയ കേരളത്തിന്റെ സവിശേഷ ശ്രദ്ധയായി വയനാട് മാറിയെന്നുറപ്പ്. കൈരളി ന്യൂസ്, വയനാട്.